Hi everyone, welcome to Study Wings. ഈ വീഡിയോയിൽ MEG40യിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബർത്ത്ഡേ എന്ന സ്റ്റോറിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. 1908 ജനുവരി 21-നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ഹി വാസ് പോപ്പുലർ റെഫർ ടു ആസ് ബേപ്പൂർ സുൽത്താൻ ആൻഡ് വാസ് എൻ ഇന്ത്യൻ റൈറ്റർ ഓഫ് മലയാളം ലിറ്ററേച്ചർ. കൂടാതെ അദ്ദേഹം ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് മൂവ് ചെയ്യാം. ഇറ്റ് ഈസ് ദ 8th day of മകരം. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. കോൺട്രറി ടു മൈ യൂഷ്വൽ പ്രാക്ടീസ്, ഐ woke up at dawn and bathed and performed my morning ablutions, and having put on a Qadar shirt and dhoti and white canvas shoes, I lay on the reclining chair with a heavy heart. മകരത്തിൽ 8ാം ദിവസം നമ്മുടെ ബഷീറിൻ്റെ ജന്മദിനമാണ്. അപ്പം അതിന് വിപരീതമായിട്ട് നേരത്തെ തന്നെ അദ്ദേഹം ഉണർന്ന് കുളിച്ച് പ്രഭാത കൃത്യങ്ങൾ നടത്തി. അതിനുശേഷം ഖദർ ഷർട്ടും ധോത്തിയും പിന്നെ വെള്ള ക്യാൻവാസ് ഷൂസും ഇട്ട ശേഷം അദ്ദേഹം എന്തോ ഒരു ഹെവി ഹാർട്ടോടു കൂടി നമ്മുടെ ഈ ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. Seeing me up so early, my next door neighbor Matthew, a student in the BA class, showed a great surprise. With a smile, he greeted me. "Hello, good morning," he said in English. I said, "Yes, good morning." He asked, "Why are you up so early? Going somewhere?" "No," I said, "today is my birthday." "Your birthday?" In English. "Yes." "Oh, I wish you many happy returns of the day." "Thank you." ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ടുള്ള മാത്യുവുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താണ് പതിവിന് വിപരീതമായിട്ട് നമ്മുടെ ബഷീർ അതിരാവിലെ എണീറ്റ് കുളിച്ച് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ മാത്യു ചോദിക്കുകയാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊതുവേ നോർമലി നമ്മളിങ്ങനെ ആരുടെയും ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യും അല്ലേ. ലൈക്ക് നമ്മുടെ മാത്യു എന്താണ് വിഷ് ചെയ്യുകയാണല്ലേ. Matthew entered the bathroom with a toothbrush clenched between his teeth. There was shouting and bustle all around, interspersed with love songs. There were students and clerks. Did any of them have a worry? For them, life was pleasant. But I was thinking of how I could get a cup of tea. The midday meal had been assured. Yesterday, when I was going to the bazaar, Hamid had invited me to a meal without any reason. He is a minor poet and a very rich man, but I could not be without tea till lunch time. Sitting in my room, I could guess that Matthew's old servant was busy making tea for him. My room was the storeroom of Matthew. ഇവിടെ നമ്മുടെ ബഷീറിൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. അദ്ദേഹം ഒരു ചായ കിട്ടാൻ പോലും എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള മറ്റുള്ളവരുടെ ലൈഫ് എന്താണ്, പ്ലസൻ്റ് ആണ് അല്ലേ. ഫോർ ദം ലൈഫ് വാസ് പ്ലസൻ്റ്. മറ്റുള്ളവരെങ്ങനെയാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. പക്ഷേ അദ്ദേഹം ഒരു ചായ എങ്ങനെ കിട്ടും എന്ന ചിന്തയിലാണ് അദ്ദേഹം അല്ലേ. ഉച്ചഭക്ഷണം പോലും അദ്ദേഹത്തിന് ഉറപ്പില്ല, എന്താണ് എങ്ങനെയെന്ന് പോലും അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇന്നലെയാണെങ്കിൽ അദ്ദേഹം ബസാറിലേക്ക് പോകുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഹമീദ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്താണ് ഭക്ഷണത്തിനായി ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് അന്ന് ആ ലഞ്ച് കഴിക്കാനായി ഉച്ചഭക്ഷണം കിട്ടിയില്ലേ. അപ്പോൾ ഹമീദ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ഹീ ഈസ് എ മൈനർ പോയിറ്റ് ആൻഡ് എ വെരി റിച്ച് മാൻ. ഓക്കെ, ബട്ട് ഐ കുഡ് നോട്ട് ബി വിത്തൗട്ട് ടീ ടിൽ ലഞ്ച് ടൈം. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് നമ്മുടെ മാത്യുവിൻ്റെ ഓൾഡ് സെർവൻ്റ് ഇപ്പോൾ എന്താണ് ടീ ഉണ്ടാക്കുന്നതിൽ ബിസി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ റൂം എന്ന് പറയുന്നത് മാത്യുവിൻ്റെ കിച്ചൻ്റെ സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ബഷീറിൻ്റെ സിറ്റുവേഷനാണ് പറയുന്നത് അല്ലേ. ബഷീർ അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂമാണ് ആ ബിൽഡിങ്ങിലെ ഏറ്റവും ചെറിയ റൂം. ഇത് 8 അണ്ണാസ്, മന്ത്ലി 8 അണ്ണാസാണ് ഇതിൻ്റെ റെൻറ്റ് പേയ്മെൻറ്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈസി ചെയർ, ടേബിള്, ഷെൽഫ്, ബെഡ്, കൂടാതെ നമുക്ക് ചെറുതായിട്ട് ശ്വാസം വിടാൻ പോലും സ്ഥലമല്ല എന്ന് പറയുമ്പോൾ അത്രയും ചെറിയൊരു റൂമാണ് കേട്ടോ അത്. ഓക്കെ, ഐ ആം ദ ഓൺലി പേഴ്സൺ ഹൂം ദ ലാൻഡ് ലോൺ ഡസ് നോട്ട് വാണ്ട്. നമ്മുടെ ബഷീറാണ് നമ്മുടെ ലാൻഡ് ലോണിൽ പോലും വേണ്ടാത്ത ഒരാളെന്ന് പറയുന്നത്. കാരണം അത്രയും ചെറിയ റൂമിലാണ്, അതും റെൻറ്റ് ഫീ എന്ന് പറയുന്നത് അത്രയും കുറവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വൈസുമായിട്ടും ലാൻഡ് ലോണിന് വേണ്ടാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ബഷീറാണ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് റെൻറ്റ് കറക്റ്റാക്കിയിട്ട് കൊടുക്കാറില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത 2 പാർട്ടീസാണ് ഹോട്ടൽ കീപ്പറും ഗവൺമെൻറ്റും. ഹോട്ടൽ കീപ്പറുമായിട്ട് പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിനുമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ ഇതിലൊക്കെ പറയുന്ന അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻസ്, അദ്ദേഹത്തിൻ്റെ ഫുഡ്, അദ്ദേഹത്തിൻ്റെ കൺട്രി, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അല്ലേ. ആൻഡ് നൗ ഐ ഹാവ് ടു സ്പീക്ക് അബൌട്ട് മൈ ക്ലോത്ത്സ്, ഷൂസ് ആൻഡ് മൈ ലാമ്പ്. ഇനി എഴുതുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു. കയ്യിൽ കടലാസും പേനയുമായി മുറിയിൽ നിന്നിറങ്ങി അദ്ദേഹം ആ പട്ടണത്തിൽ ഏറെ നേരം അലഞ്ഞു. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദിവസം തൻ്റെ ഡയറി എഴുതാൻ ആഗ്രഹിച്ചു എന്നല്ലാതെ അതിനൊരു പ്രത്യേക കാരണമൊന്നുമില്ല. സാമാന്യം അസാധാരണമായൊരു ചെറുകഥയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വിളക്കിൽ എണ്ണയില്ല. ആൻഡ് there is a great deal to write. That is why I got out of my bed and have come and sat under this lone lamp near the lakeside and began to write while things are still fresh in my mind. Like clouds about to precipitate, my heart is heavy with the events of this day as though it would burst. There is nothing unusual about today, but it is my birthday. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ എന്താണ് ജന്മദിനമാണ്. I am far from home. I have no money and there is no way of raising a loan. The clothes I wear belong to my friends. അദ്ദേഹത്തിൻ്റെതായിട്ട് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വസ്ത്രം പോലും ആരുടേതാണ്? ഫ്രണ്ട്സിൻ്റെയാണ്. ദർ ഇസ് നത്തിങ് ഐ ക്യാൻ കോൾ മൈ ഓൺ. വെൻ മാത്യു വിഷ്ഡ് മീ മെനി റിട്ടേൺസ് ഓഫ് സച്ച് എ ബർത്ത്ഡേ ദർ വാസ് എ ലിറ്റിൽ പെയിൻ ഇൻ ദ കോർ ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ല അല്ലേ. അദ്ദേഹം ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിന് എന്താണ് പൈസ പോലുമില്ല. ഐ ഹാവ് നോ മണി അല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്. അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് കേട്ടോ. അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയാണ് വിവരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹൗ ഓൾഡ് ആം ഐ ടുഡേ. അദ്ദേഹം സ്വയം ചിന്തിക്കുകയാണ് എത്ര വയസ്സായി എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കും 26, നോ 32, ഓർ ഇസ് ഇറ്റ് 47. അദ്ദേഹത്തിന് തന്നെ കൺഫ്യൂഷനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാരണം പിറന്നാൾ എത്രാമത്തെ വയസ്സാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഭയങ്കര അപ്സെറ്റാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി. വളരെ മോശമല്ലാത്ത മുഖം അല്ലേ. സ്റ്റഡി ഐസ്, അതേപോലെ വളഞ്ഞ വാൾ പോലെയുള്ള മീശ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് വൈൽ തിങ്കിങ് ദിസ് ഐ സോ സംതിങ് ദാറ്റ് ഗിവ് മി എ ഷോക്ക്. അദ്ദേഹത്തിന് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സംഭവം കാണുകയാണ് അല്ലേ. എ ഗ്രേ ഹെയർ അല്ലേ, ഒരു നരച്ച മുടി. എൻ്റെ ചെവിക്ക് മുകളിൽ ഒരു കറുത്ത രോമങ്ങൾക്കിടയിൽ ഒരു വെളുത്ത വര. ഓക്കെ. അദ്ദേഹത്തിന് അത് ഭയങ്കര ഒന്നുകൂടി ഷോക്കാക്കിയിരിക്കുകയാണ് അല്ലേ. ഓക്കെ. നമ്മളൊക്കെ തലയിൽ നരച്ച മുടി ഉണ്ടെങ്കിൽ അത് പറിച്ചെടുക്കില്ലേ, അതേപോലെ നമ്മുടെ ബഷീറും പറിച്ചെടുത്തു കേട്ടോ. ഐ പുൾഡ് ഇറ്റ് ഓഫ്, ദെൻ ഐ വാസ് സ്ട്രോക്കിംഗ് മൈ ഹെഡ്. ഇറ്റ് വാസ് ക്വൈറ്റ് സ്മൂത്ത് അറ്റ് ദ ബാക്ക്, ബട്ട് ആസ് ഐ വാസ് സ്ട്രോക്കിംഗ് മൈ ഹെഡ് ഐ ഫെൽറ്റ് ഇറ്റ് സ്ലൈറ്റ് ടച്ച് ഓഫ് ഹെഡ് ഏക്ക്. അദ്ദേഹത്തിൻ്റെ തലവേദന പോലെ ഫീൽ ചെയ്യുകയാണ് അല്ലേ. ഓക്കെ. കുഡ് ഇറ്റ് ബി ബിക്കോസ് ഐ ഹാഡ് എനി ടീ. ഓക്കെ. അദ്ദേഹത്തിന് എന്താണ് ഈ ചായ കുടിക്കാത്തത് കൊണ്ടാകുമോ ഈ തലവേദന എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. 9 മണിയായപ്പോൾ നമ്മളുടെ ഹോട്ടൽ കീപ്പർ വന്നിട്ട് കടം വാങ്ങിയ പൈസയാണല്ലോ നമ്മുടെ ബഷീർ കടം വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ പൈസ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഐ സെഡ് ഓ ഐ വിൽ പേ അപ്പ് ടുമാറോ. ഞാൻ നാളെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമാവുന്നില്ല. അദ്ദേഹം പറയാണ് നീ ഇന്നലെ പറഞ്ഞത് എന്താണ് നാളെ തരാം, നാളെ പറയും നീ മറ്റന്നാളെ തരാമെന്നല്ലേ, അങ്ങനെ നീണ്ടു പോവില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണല്ലേ. ഇന്ന് കുറച്ച് പൈസ കിട്ടാനുണ്ട് എന്ന് നമ്മുടെ ബഷീർ പറയാം. പക്ഷേ പഴയ ബില്ല് അടയ്ക്കുന്നവരെ ചായ തരില്ല എന്ന് ആര് പറയുകയാണ്, ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഹോട്ടൽ കീപ്പർ പറയുകയാണ്. 10 മണിയൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ലിപ്സൊക്കെ ഡ്രൈ ആവാൻ തുടങ്ങി. കാരണം അദ്ദേഹം എണീറ്റിട്ട് ഒരു ചായ പോലും കുടിച്ചിട്ടില്ല അല്ലേ. അദ്ദേഹത്തിന് എന്താണ് ഈ വെയിലൊന്നും താങ്ങാൻ കഴിയാത്തതായിട്ട് മാറിയിട്ടുണ്ട്. ആ നേരത്താണ് 8-10 വയസ്സുള്ള മെലിഞ്ഞ ഒരു മുഖമുള്ള 2 ക്രിസ്ത്യൻ ആൺകുട്ടികൾ മരക്കട്ടി വിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലേ. ഓക്കെ. 2 കുട്ടികൾ പറയുന്നുണ്ട് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണിത് വാങ്ങുക എന്നുള്ളത് അല്ലേ. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസയില്ല. പക്ഷെ അവർക്ക് എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ധരിച്ചിട്ടുള്ള ആ ക്ലോത്ത്, അദ്ദേഹത്തിൻ്റെ ആ ചെയർ, ഇതൊക്കെ എന്താണ് അവർ ഒരു ഡിസ്ബിലീഫ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അല്ല. ഈ പാരഗ്രാഫിൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനാണ്. അദ്ദേഹം എവിടെ നിന്ന് എവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലോട്ട് പോകുന്നുണ്ട് അല്ലേ. അദ്ദേഹം വിശക്കുമ്പോൾ അദ്ദേഹം ഉമ്മയുടെ സാരി തുമ്പിൽ പിടിച്ചിട്ട് ഉമ്മ ഐ എം ഹംഗ്രി എന്ന് പറയുന്നത് വരെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ തലവേദന വെച്ചിട്ട് നടന്നാലോ എന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഓക്കെ. ഹമീദിൻ്റെ കടയിൽ പോയപ്പോൾ ഹമീദ് കടയിലില്ല. മേ ബി ചിലപ്പോൾ അദ്ദേഹം വീട്ടിലാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബഷീർ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹമീദിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം വിളിച്ചു, ഹേ ഹമീദ്, മിസ്റ്റർ ഹമീദ്.
നോ ആൻസർ, ആരും പാടില്ല. ഓക്കെ, ഒരു ആംഗ്രി ഒരു വുമൻ്റെ വോയിസ് അദ്ദേഹം കേട്ടു. അവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്, ഹീ ഈസ് ഇൻ ദർ എന്ന് പറഞ്ഞിട്ട് ആ വുമൺ പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബഷീർ തിരികെ പോന്നപ്പോൾ ആര് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വുമൺ എൻക്വയറി നടത്തുന്നുണ്ട്, ആരാണ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ചോദിക്കില്ല, ആര് വന്നു എന്ന് പറയണം എന്ന് പറഞ്ഞില്ല, അതേപോലെ നമ്മുടെ ഈ വുമൺ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ല, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അദ്ദേഹം തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ചൂടുള്ള മണൽ എന്തായിട്ട് ഉണങ്ങിയ പഞ്ചസാര പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബോൺസ് ഒക്കെ ബേൺ ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം വിശപ്പ് അത്രയും എത്തിയിട്ടുണ്ട്. ഐ വാസ് ഫാമിഷ്ഡ്, അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനേ കഴിയുന്നില്ല. ഓക്കെ, ഈ ഭൂമി അടക്കം വിഴുങ്ങാനുള്ള വിശപ്പ് ആർക്കുണ്ട്? നമ്മുടെ ബഷീർ ഉണ്ടാവുകയാണ്. ഇപ്പോൾ സമയം 12:30 അദ്ദേഹത്തിന് അറിയുന്ന ഒരു പരിചയക്കാരൻ കണ്ട ഭാവവുമില്ലാതെ കടന്നു പോവുകയാണ് അല്ലേ. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് നമ്മുടെ ബഷീർ ചിന്തിക്കുകയാണ്. അതിന് തക്കതായ കാരണമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് പിന്നാലെ ഒരു CID ഫോളോ ചെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ 1 മണിയായി. അദ്ദേഹം മിസ്റ്റർ പീൻ്റെ അടുത്ത് പോവാണ്. അദ്ദേഹം ഒരു ഷോപ്പ് കീപ്പറാണ്, കൂടാതെ എഡിറ്റർ ഓഫ് എ പേപ്പറാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബഷീറിന് അത് സാധിക്കുന്നില്ല. ഓക്കെ, നമ്മളെ ബഷീറിനെ കണ്ട സ്ഥിതിക്ക് നമ്മുടെ മിസ്റ്റർ പി ചോദിക്കുകയാണ്, എവിടെയാണ്, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ബഷീറിൻ്റെ ഒരുപാട് ആർട്ടിക്കിൾ സ്വന്തം പേരിൽ നമ്മുടെ മിസ്റ്റർ പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബഷീറിന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു കപ്പ് ചായ വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ടയർഡ്നെസ് മിസ്റ്റർ പി കാണാൻ ശ്രമിക്കുന്നുമില്ല അല്ലേ. അറ്റ് ദ സെയിം ടൈം മിസ്റ്റർ പി ചായക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ട് ചായ എത്തുമ്പോൾ നിനക്ക് ചായ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയും? നോ അല്ലേ. ഓഫ് കോഴ്സ് അങ്ങനെയാണ് നമ്മുടെ ബഷീറും പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവരുടെ ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷനാണ് നടക്കുന്നത്. നീ ഇതുവരെ എനിക്ക് ആർട്ടിക്കിൾ എഴുതിയിട്ടില്ലല്ലോ, കൊണ്ടുവരാം എന്ന രീതിയിലാണ് പിന്നെ കോൺവെർസേഷൻ പോകുന്നത് കേട്ടോ. സമയം ഇപ്പോൾ 2 മണിയായി. അദ്ദേഹത്തിൻ്റെ ഈസി ചെയറിൽ ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ടയേർഡായിട്ടുണ്ട്, ഹെൽപ്ലെസ് ആയിട്ടുണ്ട്. ആ ടൈമിലാണ് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ച് വുമൺ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഹെർ ഹോം ടൗൺ ഹാഡ് ബീൻ ഡിസ്ട്രോയിഡ് ബൈ ഫ്ലഡ്. അവളുടെ വീട് ഫ്ലഡ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഹെൽപ്പ് വേണമെന്ന രീതിയിൽ ഭിക്ഷയ്ക്കാണ് അവൾ വരുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ബഷീറിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിനേക്കാളും പരിതാപകരമാണ്. വീടുണ്ട്, അതേപോലെ ഗദർ ഷർട്ട് ഉണ്ട്, ഷൂ ഉണ്ട് എന്നല്ലാതെ ഇതൊക്കെ ആരുടെയാണ്? അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ്. നമ്മുടെ മുൻ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഭാഗത്തൊരു കൈൻഡ് ഓഫ് സെക്ഷൽ പ്ലഷർ നമ്മുടെ ബഷീറിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇറ്റ് വാസ് എ മൊമെൻറ്റ് ഓഫ് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ എൻഡ് ചെയ്യണത്. സമയം കടന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരുപാട് പേരുകൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ആരുടെ നിന്നാണ് കടം വാങ്ങുക എന്ന രീതിയിൽ ഒരുപാട് നെയിമുകൾ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ. മെനി നെയിംസ് കെയിം ടു മൈ മൈൻഡ്. ആരുടെ നിന്നാണ് ഞാൻ കടം വാങ്ങുക എന്ന ചിന്തയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോഴാണ് ബാങ്ക് ക്ലർക്ക് കൃഷ്ണപിള്ളയുടെ സെർവൻറ്റ് ബോയ് മാച്ച് ബോക്സ് വാങ്ങാൻ വേണ്ടി നമ്മുടെ ബഷീറിൻ്റെ അടുത്ത് പോകുന്നത്. അവനോട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കൊണ്ടുവരാൻ നമ്മുടെ ബഷീർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഈ സെർവൻറ്റ് ബോയും നമ്മുടെ ബഷീറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് 2 അണ്ണ വാങ്ങുന്നുണ്ട്? ബഷീർ വാങ്ങുന്നുണ്ട് അല്ലേ. ആ ടൈമിലാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഗംഗാധർ വരുന്നത്. ഗംഗാധർ പറയുന്നുണ്ട്, യു ഹാവ് ബിക്കം എ വെരി ബൂർഷ്വാസി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ബഷീറിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറ്റ്ലീസ്റ്റ് ഒരു കപ്പ് ഓഫ് ടീ അത് വാങ്ങി കുടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ബഷീർ നിൽക്കുന്നത്. ആ ടൈമിലാണ് നമ്മുടെ ഗംഗാധർ ഇത്ര ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടല്ലേ. അത് നമ്മുടെ ബഷീറിനെ കുറച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്, കുറച്ച് ചിരിപ്പിക്കുന്നുണ്ട്. ഇനി കാണുന്നത് നമ്മുടെ ഗംഗാധറുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ 3000 വർക്കേഴ്സ് സ്ട്രൈക്കിന് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്റ്റാവിങ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ബഷീറിൻ്റെ സെയിം സിറ്റുവേഷൻ അവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഞാനാണ് ഇപ്പോൾ ഈ ഇതിലെ ചെയർമാനായിട്ട്, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, യു ഷുഡ് കം വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം നാഷണൽ വർക്കേഴ്സ്, അതേപോലെ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട്, വർക്കിംഗ് മെന്നിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഘോരഘോരമായി സംസാരിക്കുന്നുണ്ട്.
നമ്മുടെ ബഷീർ ആണെങ്കിലോ എഡിറ്ററിനെ കുറിച്ച്, ന്യൂസ് പേപ്പർ എഡിറ്ററിനെ കുറിച്ച്, അതേപോലെ റൈറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ലിറ്റിൽ ബോയ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്. അവനൊരു എണ്ണ കൊടുത്തിട്ട് ബീഡി, ടീ, ദോശയൊക്കെ വാങ്ങാൻ നമ്മുടെ ബഷീർ പറയുന്നുണ്ട്. ഗംഗാധർ കൂടിയിട്ട് എന്താണ് അത് കഴിക്കുകയാണല്ലേ. ആ ഭക്ഷണം അവർ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇവരുടെ ഇടയിൽ നമ്മുടെ ഓണർ ഓഫ് ദ ഹൗസിൻ്റെ ഓണർ എന്താണ് പാസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ലാൻഡ് ലോർഡ് വന്നിട്ട് പൈസ ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ബഷീറിൻ്റെ കയ്യിൽ 10 പൈസ പോലും എടുക്കാനില്ല. പക്ഷെ ആ ഒരു എക്സ്ക്യൂസായിട്ട് നമ്മുടെ ബഷീർ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പൈസ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള എക്സ്ക്യൂസസ് ഒന്നും നമ്മുടെ ലാൻഡ് ലോർഡ് കേൾക്കാൻ തയ്യാറല്ല. ഓക്കെ, അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ ലാൻഡ് ലോർഡ് ചോദിക്കുന്നത്, ഇതുപോലെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്. ഓക്കെ, ശരിയാണ്, നമ്മുടെ ബഷീർ ചിന്തിക്കുകയാണ്, ശരിയാണ്, ലാൻഡ് ലോർഡ് പറയുന്നതിൽ ഒട്ടും തെറ്റില്ല, ശരിയാണ്. ഇറ്റ് ഈസ് സം 3 years since I first came into this building. I had the 3 kitchens repaired. Each of them is now fetching a good rent. Now that I have made this 4th storeroom fit for habitation, he tells me there are people who would pay a bigger rent for it. It is not enough if I agree to pay bigger rent myself. I must vacate it. No, I am not prepared to vacate the room. പക്ഷേ അദ്ദേഹം തയ്യാറല്ല ഈ റൂം വെക്കേറ്റ് ചെയ്യൽ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയ എങ്ങോട്ട് എന്ന ചിന്ത നമ്മുടെ ബഷീറിനെ പീഡിപ്പിക്കുന്നുണ്ട്. സമയം കടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഐ ആം ടയർഡ് ഓഫ് ദിസ് കൺട്രി. ദർ ഇസ് നത്തിങ് ഇൻ ദിസ് ടൗൺ ടു അട്രാക്ട് മീ. അദ്ദേഹത്തിനെ ഒന്നും അട്രാക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. 7 മണിയായപ്പോൾ പോലീസ് ഓഫീസർ വന്നിട്ട് നമ്മുടെ ബഷീറുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനുള്ള ആൻസർ പറയുന്നുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു തരത്തിൽ അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടിയെടുക്കാനില്ല. കാരണം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ് ആയി തീർന്നിട്ടുണ്ട്. 7 മണി ആയപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പോകുകയാണല്ലേ. അദ്ദേഹത്തിൻ്റെ എന്താണ് വിളക്കിൽ എണ്ണയില്ല എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഇരുണ്ട മുറിയിൽ ഇരിക്കുകയാണ്. 7 മണി ആയപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ എന്താണ് ഇന്ന് വെളിച്ചമില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ വിളക്കിൽ എന്താണ് എണ്ണയില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അദ്ദേഹം വീണ്ടും ചിന്തിക്കുകയാണ്, ആരാണ് അദ്ദേഹത്തിന് എന്താണ് കെറോസിൻ ഓയിൽ വാങ്ങിത്തരിക, ആരാണ് അദ്ദേഹത്തിന് എന്താണ് ഫുഡ് വാങ്ങിത്തരിക എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ആരുടെ അടുത്ത് നിന്നാണ് കടം വാങ്ങുക എന്ന ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തെ അലട്ടുകയാണ്. നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് അദ്ദേഹം ഓൾറെഡി പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹി ഹാഡ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഓൺ ഇഞ്ചെക്ഷൻ ഡ്യൂറിങ് ഹിസ് റീസെൻറ്റ് ഇൽനെസ്. അവൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൽനെസ് കാരണം അവൻ ഒരുപാട് പൈസ അതിനു വേണ്ടി വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവനിൽ നിന്ന് ഇനിയും പൈസ കടം വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയില്ല അല്ലേ. സമയം വീണ്ടും കടന്നു പോവുകയാണ്. നമ്മുടെ ബഷീർ എന്താണ് മാത്യു തിരക്കി ഇറങ്ങുകയാണ്. പക്ഷേ മാത്യു എന്താണ് സിനിമ കാണാൻ പോയിരിക്കുകയാണ് അല്ലേ. അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഒരുപാട് ലൗഡ് കോൺവെർസേഷൻ ആര് കേൾക്കുകയാണ്, നമ്മുടെ ബഷീർ കേൾക്കുകയാണ്. കൂടാതെ സ്മെൽ ഓഫ് സിഗരറ്റ് സ്മോക്ക്, ദ ലൈറ്റ് ഓഫ് ഗ്യാസ് ലാൻറ്റേൺസ്. ഇതോടുകൂടി സ്റ്റോറി അവസാനിക്കുകയാണല്ലേ. ഓക്കെ, ബഷീറിൻ്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിലൂടെ നീളം വിവരിക്കുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഈ സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സ്റ്റോറി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.